നമസ്കാരം. ഒരു 50 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീ ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഞങ്ങൾ പരിചയപ്പെട്ട് തലേദിവസം കല്യാണ തലേന്ന് ഞങ്ങളുടെയൊക്കെ ഒരു കുടുംബമാണ്, അകന്ന ബന്ധമാണ്. ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു ബന്ധു, ആ നാട്ടുകാരിയല്ല, അവിടെ അടുത്ത പ്രദേശത്തുള്ളതാണ്, അവിടെ വന്നത്. അപ്പോൾ ഈ ഇത്ര ഏജുള്ള സ്ത്രീ ഞാനുമായിട്ട് കമ്പനിയായി. ഒരു രാത്രി 12-1 മണി വരെ എല്ലാവരും ആക്റ്റീവായിരിക്കും കല്യാണ വീട്ടിലൊക്കെ തലേന്ന്. പിന്നെ 2 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും സൈഡാവും. കുറച്ച് വെള്ളം അടിക്കുന്ന ടീമുണ്ട്, അതങ്ങനെ അപ്പുറത്ത്. പിന്നെ അത്യാവശ്യം വേണ്ട പണികൾ ചെയ്യാനുള്ള പെണ്ണുങ്ങൾ കുറച്ചും കൂടിയൊക്കെ ആത്മാർത്ഥമുള്ളവർ ഓരോ പണികളൊക്കെ എടുക്കും. അങ്ങനെ ഉറങ്ങാൻ പോണവരൊക്കെ ഉണ്ട്. രാവിലെ നേരത്തെ എനിക്ക് കുളിച്ച് പള്ളിയിലൊക്കെ പോകണ്ടേ. അപ്പോൾ ഉറങ്ങാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തപ്പോൾ ഇനി എവിടെ കിടക്കണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ പെണ്ണ് പറഞ്ഞ്, വാ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ താൻ്റെയും അവിടെ കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാനോ, നിങ്ങളും വാ. അങ്ങനെ അവിടേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് 2-3 മുറിയിലൊക്കെ ആളുണ്ട്, പിന്നെ ഒരു മുറി കാലിയാണ്. ഞങ്ങൾ ആ മുറി കയറി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ സോഫയമേൽ പുറത്ത് സിറ്റൗട്ടിൽ കിടക്കാറ്. അപ്പോൾ ഈ പെണ്ണ് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഞാൻ ഒറ്റയടിക്ക് ചോദിച്ചു, അല്ല ഒപ്പം കിടന്നാലേ ചോദിച്ചു. ഈ മൗന സമ്മതം. അങ്ങനെ ഞാൻ കയറി ഡോറ് ക്ലോസ് ചെയ്തു. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില സ്ത്രീകളും പുരുഷന്മാരും പെട്ടെന്ന് അടുക്കും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, മറ്റൊരാളുടെ ഫീൽ എന്താണെന്ന് പരസ്പരം മനസ്സിലാക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് പിന്നെ പരിപാടി എടുത്തോട്ടെ എന്നൊന്നും ചോദിക്കണ്ട. ഒറ്റയടിക്ക് ഞാൻ ചോദിച്ച പോലെ ഒപ്പം കിടന്നാലോ എന്ന് ചോദിക്കാനുള്ള അത്ര ഫ്രീഡം നമുക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ അടുത്ത് ഉണ്ടാവുകയാണ്. ഇതൊക്കെ അതിശയോക്തിയല്ല. ചില ആൾക്കാർക്ക് ഇത് അതിശയം തോന്നും. ഇവരാരടാ ഇങ്ങനെയൊക്കെ പറയാൻ ഒക്കെ ധൈര്യം എന്ന് ചോദിക്കും. ആ ധൈര്യമൊക്കെ തന്നെ വരും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞ സംഭവം ഒരു ഭയങ്കര പാപം, അങ്ങനെയാണ് ചിന്തിക്കണത്. ഇവിടെ ആർക്കും അത് ചെയ്യാൻ ധൈര്യമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലേ, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ കുറച്ച് നേരം റോഡരികിൽ വിശ്രമിച്ചിട്ട് ഒരു 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു തെണ്ടി. അവൾ വന്ന് സദാചാര ഗുണ്ടിയായി കളിക്കണ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ഫീൽ ചെയ്തതെന്ന് അറിയില്ല. മറ്റൊരാളുടെ സ്വകാര്യതയിൽ തലയിടാൻ ഇത്ര കഴപ്പ് മൂത്ത ആൾക്കാർ ഈ മലയാളികളെ പോലെ വേറെ എവിടെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല രാജ്യത്തും പോയിട്ടുണ്ട്, ഇന്ത്യൻ്റെ മിക്ക സ്റ്റേറ്റിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. സ്വകാര്യത, അതും സെക്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതിൽ തലയിട്ടായിരിക്കുള്ളൂ മലയാളി. ഇപ്പോഴും ഗവൺമെൻറ് ജോലിയിൽ, അതായത് വർഷ പഠിക്കണ അല്ലെങ്കിൽ സെക്യൂരിറ്റി വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിലും പെണ്ണിന് ഗവൺമെൻറ് ജോലിക്കാരനെ മതി. അതുകൊണ്ട് എന്താ, 40 വയസ്സിനും താഴെയുള്ള ചെറുപ്പക്കാർ 10,000 കണക്കിനുണ്ട് ഈ കേരളത്തിൽ. ക്രിസ്ത്യാനികൾ തന്നെ തൃശ്ശൂർ രൂപതയിൽ 35,000 പേരുണ്ടെന്നാണ് കഴിഞ്ഞ ഏതൊരു വർഷം ബിഷപ്പ് പറഞ്ഞ്. പെണ്ണ് കെട്ടാത്തവർ ഇവരൊക്കെ എന്ത് ചെയ്യും? കുളിമുറി കയറി സ്വയംഭോഗം ചെയ്യുക. ഞാൻ ഇന്നാളൊരു ആളോട് ചോദിച്ചു, 50 വയസ്സുണ്ട്, പരിപാടി എടുത്തിട്ടുണ്ടോ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടില്ല. ഒരു പെണ്ണ് തേച്ച് പോയപ്പോൾ നിരാശകാമുകനായതാണ്. പരിപാടി എടുത്തിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലടോ, എവിടെ നിന്ന് കിട്ടാനാ? അതിനൊക്കെ നാലോട് ചോദിക്കാനുള്ള ധൈര്യം ഇനി മുളച്ചിട്ട് വേണം. ഇതാണ് സ്ഥിതി. ഒരു നിലക്കും സെക്സ് ചെയ്യാൻ അവർക്ക്, പിന്നെ അവരുടെയൊക്കെ ഒരു മര്യാദ കൊണ്ട് അവർ പിടിച്ച് നിൽക്കുക. അതേപോലെ കല്യാണം കഴിച്ച വീടുകളിലോ സെക്സ് ഒന്ന് സാറ്റിസ്ഫൈഡ് അല്ല. ആണുങ്ങൾ വരും, തുണി അങ്ങോട്ട് വെക്കും, ഒന്നാട് കൊടുക്കും, പോവും. മിക്ക വീട്ടിലും അങ്ങനെ. പിന്നെ കുറച്ച് ഏജായി കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈം എടുത്ത് ചെയ്തു കൊടുക്കില്ല. അതായത് സെക്സിൻ്റെ കാര്യത്തിൽ അസ്വസ്ഥരാണ്, അതൃപ്തരാണ്.
പിന്നെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ അങ്ങനത്തെ ഉള്ള ധൈര്യമില്ല, ഭയം, വൈറലായി പോകുന്നുള്ള പേടി. ജനങ്ങൾ സെക്സിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടി കഴിയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ കേരളത്തിന് പുറത്തൊക്കെ സെക്സ് ചെയ്യണമെന്ന് തോന്നിയ ചെന്നൈയിലായിക്കോട്ടെ, ഹൈദരാബാദ് ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, മംഗലാപുരം ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, സാധനം ചെറുതായിട്ടൊന്ന് പൊന്തിയാൽ നമുക്കവിടെ പരിഹാരമുണ്ട്. നമ്മുടെ കയ്യിലുള്ള പൈസേൻ്റെ ഇതനുസരിച്ച് നമുക്ക് പോവാം. സേഫായിട്ട് രോഗമൊന്നും ഇല്ലാത്തവരെ കിട്ടും. ഇവിടെ ആണെങ്കിൽ ഞാൻ പറയും കേരളത്തിനൊരു സംസ്കാരമുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ സംസ്കാരമൊക്കെ എന്തായിരുന്നു? ഇവിടെ തമ്പ്രാക്കൾ തൊട്ട് ഇവിടെ പെണ്ണുങ്ങൾക്ക് അന്ന് ഷഡ്ഡി കണ്ടുപിടിച്ചിട്ടില്ല, താറുടുക്കാൻ നേരം ഉണ്ടായിട്ടില്ല. പിന്നെ ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, അറബികൾ കേരളത്തിൻ്റെ തീരങ്ങളിൽ ഇഷ്ടം പോലെ മക്കളുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വേറൊരു ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ. വെള്ളക്കാരെ പോലത്തെ ആൾക്കാരും വെള്ളാരം കണ്ണുള്ള ആൾക്കാരുമൊക്കെ. ഇതൊന്നൊരു കുറ്റമായിട്ട് ഞാൻ പറയണതല്ല, ഇതൊക്കെ നാച്ചുറലാണ്, ഇതൊക്കെ സംഭവിക്കും. ലോകം ഉണ്ടായ കാലം മുതൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് കുറ്റമായിട്ട് ഞാൻ പറയണതല്ല. ഇപ്പോഴാണ് ഒരു സംസ്കാരം പൊട്ടിപ്പിറപ്പെട്ടത്. കേരളത്തിനൊരു സംസ്കാരമുണ്ട്, അത് നശിപ്പിച്ച്. കാസർഗോഡ് ഒരുത്ത കള്ളവടി വെച്ചാൽ തിരുവനന്തപുരത്തുള്ളത് നെഞ്ഞ തിരിച്ച് കാര്യം തെറ്റാണത്. അതായത് ഒരു വീട്ടമ്മ ഒരാളുടെ ഇപ്പോൾ ഒളിച്ചോടിയ അപ്പം പറയാം, അവർക്ക് എന്തിൻ്റെ കഴപ്പാ, നല്ലൊരു മുത്ത് പോലത്തെ ഒരു കുട്ടി, ഒരു ഭർത്താവ്. ആ വീട്ടിൽ നടക്കണം എന്താണെന്ന് ആ പെണ്ണിനല്ലേ അറിയുള്ളൂ. സ്നേഹം കിട്ടുന്നുണ്ടാവില്ല. അപ്പോഴാണ് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ ആരെങ്കിലും കണ്ടുകൂട്ടി ഓടും. പെണ്ണുങ്ങൾ പിന്നെ പൊട്ട ബുദ്ധിയാണ് മിക്ക പെണ്ണുങ്ങളും, പെട്ടെന്ന് വിശ്വസിക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈവിട്ട് പോണത്. അപ്പോൾ സെക്സ് ആസ്വദിക്കാനുള്ളതാണ്, അത് ഇവിടെ നടക്കില്ല. ഇനി ജമ്മത്ത് നടക്കുമെന്നും തോന്നുന്നില്ല. നമസ്കാരം.